എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോടൊക്കെ എൻ്റെ 700 സബ്സ്ക്രൈബേഴ്സിനോടും പിന്നെ ഇത് കാണുന്നവർക്കും ഞാൻ ന്യൂ ഇയർ വിഷസ് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വിഷിങ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് ഹെൽത്തി ആൻഡ് എ പ്രോസ്പെറസ് 2025. പിന്നെ വീഡിയോസ് കണ്ടതിലും സപ്പോർട്ട് ചെയ്തതിലൊക്കെ വളരെ താങ്ക്സ് പറയുന്നു ഈ അവസരത്തിൽ. ശരിക്കും എനിക്ക് യൂട്യൂബ് തുടങ്ങിയത് ഞാൻ പ്രവാസികളുടെ ഒരു വിഷയം അവതരിപ്പിക്കാനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ കുക്കിംഗ് കൂടെ എൻ്റെ ഒരു പാഷനായിട്ട് ചെയ്യണമെന്ന് മാത്രം, അല്ലാതെ കുക്കിംഗ് എക്സ്പേർട്ടായിട്ടല്ല. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ വിഷസ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, കാണണം, പ്രസൻറ്റ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് മൈദമാവ് 1.25 കപ്പിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഞാൻ ഇട്ടു, അതിനെ ഇളക്കി. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂണും കൂടി ഇടണം. അപ്പം ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് കൊക്കോ പൗഡർ നമുക്ക് ഇതിൽ ചേർക്കണം. അപ്പം 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, ഇപ്പോൾ ഹേർഷിയുടെ കൊക്കോ പൗഡറാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇനി ഈ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിനെ അരപ്പയിൽ അരിച്ചെടുക്കണം, തരിയൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ശരിക്കും അരിച്ചില്ലെങ്കിൽ ഇതിൽ തരി കാണും. നമ്മൾ തീർച്ചയായിട്ടും കുറഞ്ഞത് ഒരു 2 പ്രാവശ്യമെങ്കിലും അരിച്ചിരിക്കണം. ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടാണ് ഇത് ഇടഞ്ഞെടുത്തത്. ഇനി ഞാനിതൊരു ഈ സ്റ്റീൽ ബൗളിൽ ഞാൻ എല്ലാം കൂടെ ഇട്ട് 1 കപ്പ് പഞ്ചസാര പൗഡറും കൂടെ ഇട്ട് നന്നായിട്ട് ഒരു വിസ്ക് കൊണ്ട് യോജിപ്പിച്ചിട്ട് നടുക്കിൽ ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് റൂം ടെമ്പറേച്ചറാണ്. 1/2 കപ്പ് ബട്ടർ മിൽക്ക്, അതായത് കട്ടത്തൈരും വെള്ളവും കൂടെ ചേർത്ത് 1/2 കപ്പ്. പിന്നെ ഞാനൊരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ, സൺഫ്ലവറിൻ്റെ വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി, ഒരുപാടിട്ട് ഇളക്കിയൊന്നും വേണ്ട, അതിൽ പാകത്തിന്. ഇനി ഇത് ശരിക്കും പിന്നെ ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ എളുപ്പമെന്ന് തോന്നുന്നത്. വളരെ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് ഇപ്പം നമുക്ക് കേക്ക് ടിന്നിൽ ഇത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ബട്ടർ ഇട്ടിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ ഇട്ട് നമുക്കിത് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ബാറ്ററെല്ലാം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിൽ ഈ ഗ്യാപ്പ് ഇല്ലാതിരിക്കാനായിട്ട് ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്വയർ കൊണ്ട് ഒന്ന് വരഞ്ഞ് നമുക്കിനി ഇത് പിന്നെ ഞാനതൊന്ന് വരഞ്ഞിട്ട് ഒന്ന് ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് നമുക്ക് ഓവനകത്ത് ഒരു 15 മിനിറ്റാണ് ഞാൻ വെച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ആവും. ഇത് ഓവൻ വേണ്ടാത്തവർക്ക് ഇത് കടായിൽ വെച്ച് നമുക്കിത് ചെയ്യാം. ഒരു 10-45 മിനിറ്റ് കൊണ്ട് അതാവും. അപ്പം ഞാനിതിപ്പം ശരിക്കും ഇതായി തണുത്തതിന് ശേഷമാണ് ഞാൻ ഇത് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ക്രാക്ക് വീണിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും നല്ല കേക്കാണ്, വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പേപ്പർ മാറ്റിയിട്ട് ഞാനിതിൽ ഫ്രോസ്റ്റിങ് ചെയ്യാനായിട്ട് ശരിക്കും ഇതൊന്ന് ക്രാക്ക് വീണുകൊണ്ട് ഇനിയിപ്പോൾ ശരിക്കും നമുക്കിതിനെ ഒന്ന് മാറ്റി ഒന്ന് ശരിക്കും 2 ആക്കിയിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഫില്ലിങ്സൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഷുഗർ സിറപ്പും കുറച്ച് നമുക്കിതിൻ്റെ വിപ്പിംഗ് ക്രീമും കൂടെ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. പിന്നെ അതിന് വേണ്ടി ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ 100 ഗ്രാമിൻ്റെ ബട്ടറിൽ ഞാനിപ്പോൾ പഞ്ചസാര ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ് അതിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർക്ക് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബട്ടറും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതിനെ ഫ്ലഫി ആക്കി എടുക്കണം. അതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തു ഇതിൽ. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ മിശ്രിതം റെഡിയാക്കി എടുത്തത്. അതായത് വിപ്പിംഗ് ക്രീം മേടിച്ചിട്ടില്ല, ഞാനിവിടെ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ പഞ്ചസാര സിറപ്പ് കുറച്ച് പഞ്ചസാരയും വെള്ളവും കൂടെ ഇട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം ഈ വിപ്പിംഗ് ക്രീമിനകത്ത് വെച്ച് ഫില്ല് ചെയ്തിട്ട് ഇനിയിപ്പോൾ ആ വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ ഞാനത് കവർ ചെയ്തു. ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ ക്രാക്ക് ഉള്ളതുകൊണ്ട് അത് പറ്റുന്നില്ല. അപ്പം ഞാനതിനെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പീസസ് ആക്കി ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോസൊക്കെ കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.